പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ കുമാരി ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ചോറുണ്ണുമ്പോൾ ഒരു കൂട്ടാൻ തന്നു. അവർ പറയണത് തമിഴ്നാട് പച്ച സാമ്പാർ എന്നാണ് പറയണത്. അപ്പോൾ തമിഴ്നാട് പച്ച സാമ്പാർ എന്നല്ല, അവിടുത്തെ സാമ്പാർ. ആൾക്കാര് സാമ്പാർ എന്ന് പറഞ്ഞിട്ട് വെക്കണത് അതാണ്. നമ്മൾ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി കുമാരി ചേച്ചിയുടെ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടുത്തെ ചോറിലേക്ക് കഴിക്കണ സാമ്പാറും നമ്മുടെ സാമ്പാറും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ സാമ്പാറാണ്. പക്ഷെ എന്നാ ടേസ്റ്റ് കൂടുണ്ടത്, ചോറിന് നല്ല രസമുണ്ട് അത് കൂട്ടി ചോറിനാനായിട്ട്. അതിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ അമരക്കായും മുരിങ്ങക്കായാണ്. രണ്ട് കായകളാണ് മെയിൻ സാധനം. അപ്പൊ പരിപ്പ് അത് മാത്രമല്ല കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അല്ല, മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത് മൂന്നുള്ളൂ. പിന്നെ വേറെ കഷ്ണങ്ങളൊന്നും അതിലിടില്ല. എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് വേറെ ടൈപ്പ് സാമ്പാർ ഉണ്ട് ഇനി. ഇത് കുമാരിയേച്ചി തന്നെ ചിലപ്പോ പരിപ്പും മുരിങ്ങക്കായും പച്ചരച്ചത് അല്ലെങ്കിൽ പച്ച സാമ്പാർ അങ്ങനെയൊക്കെ അതിന് പേര് പറയാന്ന് പറഞ്ഞു കുമാരിയേച്ചി പറയണത്. അവിടത്തെ ആളുകൾ ഇതിനെ സാമ്പാർ എന്നാ പറയാത്ര. അപ്പൊ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പരിപ്പ് വേവിക്കാം. സരിത അരി ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ചോറ് ഊറ്റാറായിട്ടുണ്ടാവും. ഈ പരിപ്പ് വേവിക്കാൻ പോവാണ്. പരിപ്പ് കുക്കറിൽ വേവിക്കാൻ പോണ പരിപ്പ് നമ്മൾ കഴുകിയത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പോകണം. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഇടും. ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി, 2-3 പച്ചമുളക് അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് താഴെ കായപ്പൊടി. ഇതിന് പകരം കായത്തിൻ്റെ കഷ്ണം ഇട്ടാലും മതിയിട്ടാ. ഇനി ഇതൊന്ന് ഇളക്കി ഇത് വേവിക്കുക. വേവണം. ഒറ്റ വിസിലടിച്ചാൽ മതി. നമ്മൾ പരിപ്പ് കഴിക്കാൻ വെച്ചു, ചോറ് വീട്ടിൽ കഴിഞ്ഞു. ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കാം. കുമാരിജി പറഞ്ഞത് മൺചട്ടിയിലാണ് നമ്മൾ ടേസ്റ്റ് കൂടുന്ന പറഞ്ഞത്, അതുകൊണ്ടാണ് മൺചട്ടി എടുത്തത്. മുരിങ്ങക്കായിരുന്നു, അയ്യോ ഉള്ളി വേണ്ടാട്ടാ, അമരക്കായിരുന്നു, ഒരു 3 തക്കാളി അരിഞ്ഞിടുന്നു. തക്കാളിക്ക് പകരം മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടാൽ മതി കേട്ടാ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിലധികം മുളക് പൊടി ഇതിലൂടെ ഇട്ടുണ്ട് കേട്ടാ. ഇനി ഉപ്പ്, പിന്നെ ഇത് വെള്ളം വേണം. ഇത് വേവിക്കാനുള്ള വെള്ളം, ആവശ്യത്തിന് വെള്ളം. അപ്പം അങ്ങനെ ഇത് വേവിക്കാൻ വെച്ചുട്ടാ. മൂടിയൊക്കെയൊന്നും വേണ്ട. ഇത് ഇപ്പോൾ ഇതിൽ ഇട്ടേക്കണ ഈ കഷ്ണങ്ങൾ വേവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. തക്കാളിക്ക് പകരം മാങ്ങയാണെങ്കിൽ ടേസ്റ്റ് കൂടുന്നാണ് കുമാരിയേച്ചി പറഞ്ഞത്. നമ്മൾ ചേട്ടൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു അല്ലേ, മാങ്ങ. തക്കാളി ചേർക്കുമ്പോൾ ഇത്തിരി കൂടി പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ടി വരും. മാങ്ങയാണെങ്കിൽ പുളി വേണ്ട. കൂട്ടാൻ തിളച്ച് വരുന്നു. തക്കാളി അമരക്കായൊക്കെ വെന്തു. മുരിങ്ങക്കായ നമുക്ക് നോക്കാം. ഒന്നുകൂടിയാണോ? പരിപ്പ് വിസിലടിച്ചിട്ട് ഇത് തീ കെടുത്തിട്ട് കുറച്ച് നേരമായി വെന്തുണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരം നമ്മൾ പച്ചരയ്ക്കുക ചെയ്യുക. അതാണ് ഇതിന് പച്ച സാമ്പാർ എന്ന് കുമാരിച്ചി പറയണത്. ഇതിലേക്ക് കുറച്ച് നാളികേരം, പിന്നെ 2 മണി ജീരകവും ഇത് അരച്ചു കൊണ്ടുവരണം. നന്നായിട്ട് അരയ്ക്കണം. അപ്പം ഇത് ഈ പച്ച അരയ്ക്കണ കാരണമാണ് ഇതിന് പച്ച സാമ്പാർ എന്ന് പറയണത്. നമ്മളിങ്ങനെ പച്ച നാളികേരം അരക്കുകയില്ലല്ലോ സാമ്പാറിൽ. അത് ഞാൻ പറഞ്ഞതിൻ്റെ വേറൊരു ടേസ്റ്റാണ്. അല്ല, പാലക്കാട് ഒരു വശത്ത് അങ്ങനെയുണ്ട്. പച്ച സാമ്പാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയതേ സാമ്പാറല്ല, ഇതേപോലത്തെ സാധനം തന്നെയാണ് കിട്ടിയത്. ഒരു സദ്യക്ക് പോയിട്ട് കൊഴിഞ്ഞാമ്പാറ വശത്തേക്ക് പോയിട്ട്, കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ തത്തമംഗലം വശത്തേക്ക് പോയിട്ട്. അപ്പം ഇത് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും മുരിങ്ങക്കായ വേവും. നമ്മുടെ ഈ ചട്ടി ഇപ്പുറത്തെ അടുപ്പിലേക്ക് എടുത്ത് വെച്ചു കേട്ടാ. കാരണം അതിൽ തീ വളരെ കുറവാണ്. മുരിങ്ങക്കായ ഇപ്പോൾ എന്തുണ്ടാവും? വെന്തു. അപ്പം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെച്ചാൽ പരിപ്പ് വേവിച്ചതില്ല, അത് ചേർക്കാം. പരിപ്പിൽ വെള്ളം വേവിക്കുമ്പോൾ കുറവായിരുന്നു തോന്നുന്നു അല്ലേ? കറക്റ്റ് പറ്റിയത് കാരണം പരിപ്പ് ചേർക്കാം നമുക്ക് ഇതിലേക്ക്. പരിപ്പ് ചേർത്തിട്ട് തിളയ്ക്കാനൊന്നും നിൽക്കണമെന്നില്ല. പിന്നാലെ നമുക്ക് നമ്മൾ നാളികേരവും ജീരകവും കൂടി അരച്ചു കൊണ്ടുവന്നില്ലേ, അതിലേക്ക് ചേർക്കാം.
പരിപ്പും നാളികേരവും കൂടി വരുമ്പോഴേ കട്ടിയാവും കൂട്ടാൻ. അപ്പം നമുക്ക് ഇത്തിരി വെള്ളം ചേർക്കാം. ഇനി നമ്മൾ പറഞ്ഞില്ലേ മാങ്ങയാണെങ്കിൽ തക്കാളിക്ക് വരെ മാങ്ങയായിരുന്നു ചേർത്താന്ന് വെച്ചാൽ പുളിയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ തക്കാളി ആയതുകൊണ്ട് നമ്മളിത് ഇത്രക്കി കോൽപ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഒഴിക്കുക അതിൽ. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ പുളിയൊന്നും പോരാ, നന്നായിട്ട് പുളി വേണം അവിടെ. ഇത് ഇത്തിരി പുളി മുന്നേക്ക് നിൽക്കണം എന്നാ പറഞ്ഞേ കുമാരേച്ചി കൂട്ടാൻ. ഇതിപ്പോൾ ഇത്രയ്ക്ക് ചേർക്കുമ്പോൾ തന്നെ പുളി ഉണ്ടാവും അല്ലേ? തക്കാളി ചേർത്തതല്ലേ. അപ്പം നമ്മൾ പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം ചേർത്തു. പിന്നെ ഉപ്പ് എന്തായാലും വേണ്ടി വരും. ഇനി പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പ് നോക്കി സരിത. ചേട്ടൻ മീൻകുളം അറിഞ്ഞു നിർത്താം. ഉപ്പ് വേണം, ഉപ്പ് ചേർക്ക്. എരിവുണ്ടല്ലോ, ആയി നല്ല എരിവ്. പുളി എത്ര തോന്നുന്നില്ലേ, അത് തിളച്ചിട്ട് നോക്കട്ടെ കേട്ടാ. പുളി ഉപ്പ് കുറവുണ്ട്. ഇനി ഇത് തിളക്കട്ടെ കേട്ടാ. തിളച്ച് കഴിഞ്ഞാൽ കാച്ചാം, അത്ര ഉള്ളൂ. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഇനി പുളിയും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഉപ്പൊക്കെ നമ്മുടെ എല്ലാ സാധനങ്ങളും കൂടിയിട്ട് നന്നായി തിളച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. പുളി പാകത്തിനുള്ള പുളിയായിട്ടുണ്ട്. പക്ഷെ പലർക്കും ഈ പുളി മതിയാവില്ല. പുളി ഞങ്ങൾക്ക് വളരെ കുറവ് ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്തിരി ചേർത്തത്. ഇതിൻ്റെ ഇത്രയ്ക്കും കൂടി ഞങ്ങൾ എടുത്തതിൻ്റെ അത്രയ്ക്കും കൂടിയും ചേർക്കേണ്ടി വരും, ബാക്കി ഒരുവിധം പുളി ഇഷ്ടമുള്ളവർക്ക്. അപ്പം ഇനി ഇത് കാച്ചാം. അപ്പോൾ കാച്ചാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. കാച്ചാൻ ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ. പപ്പടം കാച്ചണം കേട്ടാ. ഇനി കൂർക്ക കാലത്ത് ഈ കൂർക്കയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. കൂട്ടാൻ്റെ തീ കെടുത്തിയതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇടാം. നമ്മളെ ആഫ്രിക്കൻ മെക്സിക്കൻ മല്ലി കേട്ടാ ഞാൻ എപ്പോഴും പറയുന്നത്. വെളിച്ചെണ്ണ ചൂടായി, ലേശം കടുക് പൊട്ടി കഴിയുമ്പോൾ ചുമന്നുള്ളി അരിഞ്ഞതിടാം. ഉള്ളി ഏതാണ്ട് കളർ മാറി തുടങ്ങി. ആ സമയത്ത് നമുക്ക് വേപ്പിൻ്റെ ഇല ഇടാം. ഇനി ഇവർക്ക് എല്ലാ കൂട്ടാനുകളിലും ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടെടുത്തോളം സവാളയല്ല കൂടുതൽ ഉപയോഗിക്കുക. അവര് ഉള്ളിയാണ്, ചെറിയ ഉള്ളി. ഇഷ്ടംപോലെ ഉള്ളി ഉപയോഗിക്കും. നമുക്ക് കുറെ ഉള്ളി തന്നിട്ടുണ്ട്, നല്ല ഉള്ളി അവിടത്തെ തെങ്കാശി ഉള്ളിയാണ് കേട്ടത്. കാച്ചിത് ഇതിലൊഴിക്കുന്ന ക്ലിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കൂർക്കുപ്പേരി കാച്ചാം നമുക്ക്. എനിക്ക് സാധാരണ പോലെ നമ്മുടെ തൃശ്ശൂർക്കാരെ കുത്തി കാച്ചത്. ഉള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ കൂർക്ക വേണമെന്നൊന്നുമില്ല കേട്ടാ. നമ്മളിവിടെ കൂർക്ക വേവിച്ച് വെച്ച കാരണം അതിപ്പോൾ കാച്ചണു. കൂർക്ക വന്നു തുടങ്ങണുള്ളൂ അല്ലേ? മാർക്കറ്റിൽ ഇപ്പം വിലയില്ലേ? 1.5 കിലോയ്ക്ക് 100 രൂപ. ഇത് മറ്റേ നമ്മുടെ കുത്തിപ്പൊടി മുളക് ഇടുന്നു. നമ്മുടെ കൂർക്ക കടയ്ക്ക് വല്ലത് ഉണ്ടാവോ, പിടിച്ചിട്ടുണ്ടാവോ അല്ലേ? ഉണ്ടാവും. മൂത്തൂട്ടാ, നമ്മുടെ മിളകും ഉള്ളിയും ഒക്കെ മൂത്തു. അപ്പോൾ എനിക്ക് തൃശ്ശൂർക്കാട്ടാ കൂർക്കോട് ഇത്രയ്ക്ക് ആകർഷണമുള്ളത്. ചില ചിലവർക്ക് കൂർക്കത്ര ഇഷ്ടമില്ല. എനിക്കൊരു പിടിക്കല്ല ചേട്ടാ. ചോറിനാൻ പോവാണ് കേട്ടാ. കഞ്ഞി കൂട്ടി കഴിക്കണത് ഇത് പോയി, ഇഷ്ടം പോയി.
ചേട്ടനിലേക്ക് ഇടട്ടെ. ആ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കഴിച്ചോ ഇത് വേണം പാട്ടാ. ചോറുണ്ട് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുത്തോളും. അവന് കാലത്ത് കഞ്ഞിയാണ് പതിവേ. ടേസ്റ്റ് ചേട്ടാ. അതെ കൊതി പറ്റുമോ ചേട്ടൻ്റെ? വേഗമായോ? സാമ്പാറെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനെ നമ്മളുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് ഇതിനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പക്ഷേ ചോറിലേക്ക് നല്ല കൂട്ടാനത്. ഇത് അവിടെ വെച്ചെന്നേ റാണിയില്ലേ, കുമാരീച്ചിയുടെ മൂത്ത മുള്ളേ റാണി, അവളെ എന്നോട് ചോദിച്ചു, സരിതാ ഞങ്ങളുടെ സാമ്പാർ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ സാമ്പാറാണോ? ഇവരപ്പം ഞാനും കൂടാതിരുന്നു കൊതി വന്നിട്ട്. ഞാൻ മരക്കായ്ക്ക് തിന്നാൻ നല്ല രസമാണ്. ഇപ്പം മരക്കായര സീസണാണ്. നമ്മളവിടുത്തെ പച്ചരച്ച കൂട്ടാനില്ല കേട്ടാ. ഇത് വേറെ രസത്തിന് നമ്മള് മുരിങ്ങക്കായും മാങ്ങിയും വെക്കില്ലേ, മുരിങ്ങക്കായും മാങ്ങിയും തക്കാളിയും പരിപ്പും. ആ ടേസ്റ്റ് ഒന്നല്ല. അതിൽ കായും നാളേരത്തിൽ ജീരകമൊക്കെ അരക്കുന്നുണ്ടല്ലോ, പിന്നെ മല്ലിയില, മൊത്തത്തിലൊരു വേറെ ടേസ്റ്റാ. തീർച്ചയായിട്ടും വയ്ക്കാം. അതന്നെ. ഒരു അച്ചാറ്, പപ്പടം, ഒരേ അച്ചാറ് പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെന്തിനാ അങ്ങനെ കുമാരച്ചിയുടെ വീണ്ടും ക്ലിക്കായിട്ടുള്ള വേറെ റെസിപ്പി കൂടി നിങ്ങൾക്ക് തരുന്നത് കേട്ടാ. നമുക്ക് നിർത്താം. അടിപൊളി സാധനം ഇനിയുണ്ട് കേട്ടാ. ഇനി പൊറോട്ടയ്ക്ക് കഴിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് കഴിക്കാം അടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.